വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നല്ല വെതറാണെന്ന് തോന്നുന്നു. ഇന്നലത്തെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ചൂടൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്. ചൂടൊക്കെ മാറിയാൽ മതിയായിരുന്നു. നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ചൂടിൻ്റെ. നിങ്ങളുടെ അടുത്തൊക്കെ എങ്ങനെയുണ്ട് ചൂട്? ഇപ്പോൾ കൊല്ലത്തൊക്കെ നല്ല സീനാണ്. ഞാനിപ്പോൾ എൻ്റെ റീസെൻറ്റ് വ്ളോഗുകളിലെല്ലാം ചൂടിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അത്രയും ചൂടായിട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിരിക്കും. കാരണം ഞാൻ കുറേ നാളായിട്ട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാം. അപ്പോൾ അതാണ് രാവിലെ കുളിച്ച് ഫ്രഷൊക്കെ ആയ ശേഷം നമ്മുടെ ഡേ ഇതാണ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം സെറ്റ് ചെയ്യട്ടെ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാനിവിടെ സ്റ്റാർട്ടാവുകയാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ മുല്ലപ്പൂ കണ്ടോ, നിറയെ പൂത്ത് നിൽക്കുകയാണ്. നല്ല ഭംഗിയാണ്, നല്ല സ്മെല്ലുമാണ്. ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ മുല്ലപ്പൂവിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് എൻ്റെ ഇന്നത്തെ ഇൻട്രോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സ്മൂത്തി ബൗളാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് കുറച്ച് ആൽമണ്ട് മിൽക്ക്, പീനട്ട് ബട്ടർ, ചിയ സീഡ്സൊക്കെ അടിച്ച് ആദ്യമേ ഒരു സ്മൂത്തി സെറ്റ് ചെയ്തിട്ട്, പക്ഷേ എൻ്റെ സ്മൂത്തി സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് വാട്ടറി ആയിപ്പോയി. നല്ല കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ സ്മൂത്തി ഇതിലോട്ട് ഒഴിച്ചിട്ട് കുറച്ച് മ്യൂസിലിയോടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാണ്. അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കുറച്ച് വാട്ടറി ആയതുകൊണ്ട് തിക്ക് കൺസിസ്റ്റൻസി ഇല്ല. സാധാരണ നല്ല കിടിലമായിട്ട് നല്ല കൊഴുത്തിരിക്കുന്നതാണ്. പിന്നെ കുറച്ച് ലൂസി ആയിപ്പോയി. പക്ഷേ ടേസ്റ്റ് വൈസ് കിടില കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെയാണ് ഈ ഒരു സ്മൂത്തി ബൗളും. വളരെ ലൈറ്റായിട്ട് വയറ്റിലിങ്ങനെ കിടന്നോളും. നമുക്കൊരു ഹെവി ഫുഡ് കഴിച്ചിട്ട് ഫീൽ വരത്തില്ല. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മൾ നേരെ പോയത് കിച്ചണിലോട്ട് ഉച്ചയ്ക്കത്തെ നമ്മുടെ ഊണിനുള്ള കറി ഉണ്ടാക്കാനാണ്. അപ്പം വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്, എനിക്ക് ഉണ്ടാക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് നമ്മുടെ അവിയൽ വന്നിട്ട്. സദ്യയിലൊരു മെയിൻ ഐറ്റം ഇല്ലേ അവിയൽ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിയലിനകത്ത് തന്നെയുള്ള നമ്മുടെ പച്ചക്കറികളെല്ലാം നല്ല കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കട്ട് ചെയ്ത സൈഡിൽ വെച്ച് കഴിഞ്ഞത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു അവിയൽ മാത്രമല്ല, ഈ സദ്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം നേരത്തെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാണെങ്കിൽ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. പണ്ട് നമ്മൾ വലിയ ടാസ്ക്കായിട്ട് തോന്നിയ ഐറ്റങ്ങളാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മുടെ എൻ്റെ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടൊക്കെ ചെയ്ത് വെച്ചാൽ നമ്മുടെ അവിയലിൻ്റെ പീസസ് എല്ലാം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ സദ്യയിലെ മെയിൻ ഡിഷസൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളത് സന്തോഷമുള്ള കാര്യം. ആദ്യമൊക്കെ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ഇപ്പം വെച്ച് ഇപ്പം ഒരുവിധം ഭേദമായിട്ടൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഭേദമായിട്ട് ഉണ്ടാക്കുന്നൊരു സാധനമാണ് ഈ അവിയൽ. മിക്കവാറും വീക്കിലൊക്കെ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാവും ഇത്. പിന്നെ ഇതായിരുന്നു ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം അത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി വെന്ത് കഴിഞ്ഞാൽ മാത്രം മതി. അതാണ് കിച്ചണിലെ പരിപാടി. കുക്ക് ചെയ്തുകൊണ്ട് ഇരുന്നപ്പോഴാണ് കറിവേപ്പില വേണം നമുക്ക് കറിയിലിടാൻ. ഇപ്പം ഫ്രിഡ്ജിൽ സാധാരണ മമ്മി പിച്ചി വെക്കുന്നതാണ്, ഇവിടെ ഇപ്പം ഇല്ലായിരുന്നു. ഞാൻ ഫ്രഷായിട്ട് ഇനി പിച്ചാന്ന് വിചാരിച്ചു. നമ്മുടെ കറിവേപ്പിൻ്റെ മരം ഇപ്പോൾ ഫ്രഷായിട്ട് കുറച്ചെല്ലാം പിച്ചാന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ ഫ്രഷായിട്ടൊക്കെ ഉള്ളവർക്ക് കുഴപ്പമില്ല. അല്ലാത്ത ആൾക്കാരൊക്കെ നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നതല്ലേ വാങ്ങുന്നത്. നമുക്കിവിടെ ഫ്രഷായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ പുളി എന്നും ഉണ്ടാവട്ടെ. പക്ഷെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടല്ലയോ. അപ്പോൾ ഇങ്ങനെ കറിവേപ്പിലൊക്കെ സ്വന്തം മരത്തിൽ നിന്ന് പിച്ചി കിട്ടുമ്പോൾ നമുക്ക് വേറെ ഫീലാണ്. വിശ്വാസമായിട്ട് എടുക്കാമല്ലോ. മറ്റേത് ഏതോ ഒരു വീഡിയോയിൽ കണ്ടേ, ഏറ്റവും കൂടുതൽ പച്ചക്കറിയിൽ വിഷം വരുന്നത് ഒന്ന് പച്ചമുളകിലും ഒന്ന് നമ്മുടെ കറി ലീഫിലുമാണ്. എന്താല്ലേ, ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. സോ അതൊന്ന് വെന്ത് വരട്ടെ. ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ, എനിക്കൊരു വിഷു വ്ളോഗിലോ മറ്റോ പറഞ്ഞായിരുന്നു ഇങ്ങനെ എനിക്ക് ദേഹത്തെല്ലാം ഇങ്ങനെ റെഡ് റാഷസ് പോലെ വന്നു എന്നൊക്കെ. അപ്പം അതിൻ്റെ റിമൈനിങ്സാണ് ഇവിടെ എല്ലാം. കുറേ ഒരു കാണാൻ പറ്റത്തില്ലായിരിക്കും മേ ബി, കുറേ വൈറ്റ് സ്പോട്ട് പോലായി. കഴുത്തിലൊക്കെ വേണ്ട ഇവിടെ ഇങ്ങനെ കുറേ ബേണായ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അതൊക്കെ ബെറ്ററായിട്ട് വരുന്നുണ്ട്. ചൂട് കുറയുന്നതുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ സൺസ്ക്രീൻ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം ഇപ്പോൾ ജസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ പേടി ഇനി വീണ്ടും അതുപോലെ ഉണ്ടാവുമെന്നാണ്. ഈ പാട് തന്നെ കുറേ ടൈം എടുക്കുമെന്ന് അങ്ങനെ പറഞ്ഞത്. എൻ്റെ വീഡിയോസിലൊക്കെ ചിലപ്പം ഇങ്ങനൊരു ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. തൊട്ടടുത്ത വീട്ടിൽ വീട് പണി നടക്കും. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഇങ്ങനെ ഫുൾ ടൈം ഉണ്ട്. അപ്പോൾ എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ അകത്ത് നിന്ന് വീഡിയോ എടുക്കുന്നത്. കാരണം അകത്തിടുന്ന ഫുൾ വെട്ടമൊക്കെ മോശമല്ലേ. വെളിയിലോട്ടൊന്നും നല്ല ഭംഗിയുള്ള വെട്ടം കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ്. അപ്പോൾ ആ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും. ഐ നോ. ഇനി കുക്കിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിനി അതെല്ലാം കഴിഞ്ഞ ശേഷം ഇറങ്ങുമ്പോൾ എല്ലാം കാണിക്കാം. ഞാൻ പിന്നെ നേരെ റൂമിലോട്ട് വന്നു. റൂമിൽ വന്നപ്പോഴാണ് കാണുന്നത് എൻ്റെ ആ ഡ്രസ്സിങ് ടേബിളിൻ്റെ ആ ഇടം ഫുൾ അലമ്പായിട്ട് കിടക്കുന്നു. എന്തൊക്കെയോ ഐറ്റങ്ങളൊക്കെ ആയിട്ട് പൊട്ടി പിടിച്ചൊക്കെ ഇരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അങ്ങനെ എല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ച് ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ തന്നെ ഒരു സമാധാനം. നമ്മുടെ റൂമൊക്കെ ഒന്ന് വൃത്തിയാകുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് ക്ലീൻ ആയൊരു ഫീലാണ്.
അപ്പോൾ ഈ സൈഡിലിരിക്കുന്ന ഐറ്റങ്ങളെല്ലാം തന്നെ നമുക്ക് കിൻഡർ ജോയുടെ കൂടെ ഫ്രീ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനും അജിനും ഓരോ വട്ടം കിൻഡർ ജോയ് വാങ്ങിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ടോയ്സാണ് അതെല്ലാം. അപ്പോൾ നമ്മൾ ഓരോ വട്ടം വാങ്ങിക്കുന്ന ഒരു മെമ്മറിക്ക് അതിങ്ങനെ എടുത്തു വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് നമുക്ക്. അപ്പം ഞങ്ങളതെല്ലാം വെച്ചേക്കുവാണ്. അങ്ങനെ നമ്മൾ റൂമിൽ നേരെ വീണ്ടും അടുക്കളയിലോട്ട് പോയി മമ്മീനാണ് മീൻകറി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മത്തിക്കറിയാണ് ഇന്നത്തെ. മത്തിക്കറിക്കൊരു സ്പെഷ്യാലിറ്റി, ഇപ്പം മാങ്ങയുള്ള ടൈമായതുകൊണ്ട് നല്ല മാങ്ങയൊക്കെ ഇട്ട മത്തിക്കറി കേട്ടോ. അങ്ങനെ അതാണ്ട് നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിയലും അതുപോലെ തന്നെ മീൻ കറിയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഐറ്റം. സോ ഞങ്ങൾ വേഗം ചോറ് ഇങ്ങനെ ചൂടോടുകൂടെ കഴിക്കുകയാണ്, നമുക്ക് പുറത്തോട്ടൊന്ന് ഇറങ്ങേണ്ടതുകൊണ്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു, 2 കറിയും കിടിലുമായിരുന്നു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മാങ്ങ നല്ല പുളി നമ്മുടെ മാങ്ങയ്ക്ക്. അപ്പോൾ അടിപൊളിയായിട്ട് മാങ്ങയും മത്തിയൊക്കെ കൂട്ടുമ്പോൾ കിടിലായിട്ട് ഫുഡ് കഴിച്ചു. നമ്മൾ വേഗം ഇറങ്ങി നമുക്ക് പുറത്തോട്ട് പോകേണ്ടതുകൊണ്ട് അതിനിടെ വണ്ടിയൊക്കെ വെളിയിലിട്ട് ഞാൻ ഗേറ്റും അടച്ച് ഷെടപെടയെന്നൊരു ഓട്ടമായിരുന്നു ഫുൾ. അപ്പോൾ റെഡി ആയിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങി. നമുക്കിന്ന് ആദ്യമേ പോകേണ്ടത് തിയേറ്ററിലോട്ടാണ്. ഒരു പടം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് വേഗം സ്പീഡിലാണ് കഴിച്ചത്, റെഡി ആവാൻ അധികം ടൈം എടുത്തില്ല. വേഗം പോയി ലിപ്സ്റ്റിക് ഒക്കെ എടുത്തിട്ട് അങ്ങ് ഇറങ്ങിയതാണ്. കാരണം ഉച്ചക്കത്തെ ഷോ ആയിരുന്നു. അന്നേരം നമുക്ക് വേഗം തിയേറ്ററിൽ എത്തേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ നമ്മളിതേണ്ട അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. നമ്മളങ്ങനെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. എപ്പോഴത്തേയും പോലെ തന്നെ സ്വാതിയിലാണ് വന്നേക്കുന്നത്, നൂറിനാടുള്ള സ്വാതി തിയേറ്ററിൽ. എൻ്റെ വീഡിയോസിലൊക്കെ കുറേ പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ മിക്കവാറും ഇവിടെ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഉച്ച സമയമായിട്ട് കുറച്ച് തിരക്ക് കുറവാണ്. ഉച്ച സമയത്തിൻ്റെ മാത്രമല്ല, ഇതിനോടകം തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ഈ പടം കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി കാണുന്നത്, വർക്കൊക്കെ ആയിട്ട് ആ ഒരു ഇറങ്ങിയ ആ ഒരു ഹൈപ്പ് ടൈമിൽ കാണാൻ പറ്റിയില്ല. ഞാൻ മാക്സിമം പടങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു ടൈമിൽ തന്നെ കാണാൻ ശ്രമിക്കും. കാരണം ഈ ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ അതിൻ്റെ റിവ്യൂസൊക്കെ വന്നിട്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ കാണാൻ എപ്പോഴും നോക്കുന്നത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള മൂവിക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പടം നല്ല കിടിലുമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ പുറത്തോട്ടിറങ്ങി. ഈ ഒരു തിയേറ്ററിൽ നേരത്തെ ഉപയോഗിച്ചിരുന്ന പ്രൊജക്ടർ ഇങ്ങനെ അടിപൊളിയായിട്ട് നല്ല പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. പഴയ ആ ഒരു പടങ്ങളുടെ പേരൊക്കെ കൊടുത്തിട്ട് നല്ല വൈബായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ പോയത് കോഫി വാങ്ങിക്കാനാണ്. എനിക്ക് ഇവിടുത്തെ കോഫി ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നൈസ് കൺസിസ്റ്റൻസിയാണ് ഇവിടുത്തെ കോഫി വന്നിട്ട്. അപ്പോൾ നമ്മൾ മിക്കവാറും ഇവിടെ വരുമ്പം ഇവിടുത്തെ കോഫി വാങ്ങാറുണ്ട്. അപ്പോൾ അജിൻ നേട്ട കോഫീസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിനി പടം ബാക്കി കാണാൻ വേണ്ടി കയറുകയാണ്. പടം ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും അതേപ്പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പടം കണ്ട് നമ്മൾ ഇറങ്ങുകയാണ്. അങ്ങനെ സിനിമയെല്ലാം കണ്ട് ഇറങ്ങി. ഒരു കിടിലൻ പടമായിരുന്നു. ഒരുപാട് ചിരിക്കാനൊക്കെ ഉള്ള നല്ല കുറേ എലിമെൻ്റുള്ള സിനിമയാണ്. നിങ്ങളെല്ലാവരും മിക്കവാറും ഉള്ളവർ കണ്ട് കാണും. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് പോയത്. ഒരു പക്കാ വിനീത് ശ്രീനിവാസൻ സിനിമ. അപ്പോൾ അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ പടം എല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് നമുക്കൊന്ന് പുറത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. തിരിച്ചങ്ങനെ വേണ്ട വീട്ടിൽ വന്നു. ആ ഒരു പടം കണ്ടതിൻ്റെ ഒരു ഓളം ഇതുവരെ പോയില്ലെന്ന് വേണം പറയാം. കാരണം കുറേ നാളിന് ശേഷം കുറേ ചിരിക്കാനൊക്കെ പറ്റിയ കുറേ വൈബുള്ളൊരു പടമായിരുന്നു കേട്ടോ. അപ്പം നല്ല സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മൂഡും ആ രീതിയിലാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതുവരെ ആരും വർഷങ്ങൾക്ക് ശേഷം കണ്ടില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് പോയി കാണുക. നമ്മളെടുക്കുന്ന പൈസയ്ക്ക് വർത്താണ്. അപ്പോൾ പടം കാണുന്നതിലുള്ളൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആയി കുറച്ച് ചിരിച്ച് നല്ല വൈബാകുമല്ലോ. ആ ഒരു ഫീലിംഗ് എന്തായാലും ഈ പടം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പം അതാണ്, ഞാനത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറേ സോങ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഇതുവരെ. അപ്പോൾ ഇന്നിപ്പം വന്നിട്ട് ഞാൻ യൂട്യൂബിൽ അതെല്ലാം സെർച്ച് ചെയ്ത് നല്ല കുറേ പാട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ്റെ പടങ്ങൾ എന്ന് പറയുമ്പം തന്നെ അറിയാമല്ലോ, പാട്ടായിരിക്കും മെയിൻ. അപ്പോൾ അതുപോലെ തന്നെ ഒരു കിടിലം പാട്ടൊക്കെ ഉള്ളൊരു മൂവി കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഈ കിളികളുടെ ചിലപ്പ് കേൾക്കുന്നുണ്ടായിരിക്കും. അതിനും ഇവിടെ എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഫോൺ എപ്പോൾ എടുത്ത് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കിളികളെല്ലാം തന്നെ ഇങ്ങനെ ബഹളമായിരിക്കും. വെട്ടവും ഡിമ്മായി തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളെടുത്ത് സംസാരിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പം ഞാൻ പുറത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് വെട്ടമൊക്കെ പോയാലും ബഹളം തുടങ്ങി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോണക്ക് നമുക്കൊന്ന് പുറത്തോട്ട് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞല്ലോ. നമുക്ക് 2 ആൽബം ഡെലിവറി ഉണ്ട്. അപ്പം അതിന് പോകാൻ വേണ്ടി ഇറങ്ങണം. അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇനി പുറത്തോട്ട് പോകണം. അപ്പോൾ അതാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ നിൽക്കുന്നത്. വെട്ടം ഇന്ന് പൊതുവേ കുറച്ച് കുറവായിരുന്നു, അതായത് വെയിൽ കുറച്ച് കുറവായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇന്ന് പൊതുവേ ചൂടും കുറവായിരുന്നു എന്ന്. അപ്പം എനിക്കൊന്ന് മഴയുടെ കോളായിരിക്കണം. ഇപ്പോൾ അറൗണ്ട് 4:30 ആയിട്ടുള്ളൂ. പക്ഷേ തീരെ വെട്ടമില്ലാത്തൊരു ഫീലുണ്ട്. സാധാരണ ഈ സമയത്ത് നല്ല ചൂടും നല്ല വെയിലുമാണ്. ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ എടുത്തു തുടങ്ങി അന്നേരം ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയും ആൾക്കാർ തെങ്ങിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് ബഹളം വെക്കാൻ റെഡിയായിട്ട്. ഇനി ഞാൻ ഫോണൊക്കെ ഓഫ് ചെയ്ത് അകത്ത് പോകുമ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു പോകും. അതുവരെ ഇങ്ങനെ ഇരുന്ന് ബഹളമാണ്. എന്താണാവോ എന്തോ അവരുടെ പ്രശ്നം. പരിഹരിക്കാം. ഓക്കെ, ബൈ. ഇനി സമാധാനമായിട്ടിരുന്നു. ഞാൻ ഫോണും കൊണ്ട് ഉള്ളിൽ കയറാൻ പോവുക. നമ്മുടെ മുല്ലയുടെ പുഷ്പിക്കൽ കാലം അവസാനിച്ചെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ കുറച്ച് പൂക്കളൊക്കെ ഉള്ളു, ബാക്കിയെല്ലാം നേണ്ട കഴിഞ്ഞു. ഇതൊരു സ്റ്റാറിൻ്റെ ഷേപ്പുള്ള മുല്ലപ്പൂവാണ്, കണ്ടോ? നല്ല ഭംഗിയില്ലേ? ഇങ്ങനെ അടുക്കി കെട്ടാൻ നല്ല രസമുള്ളതാണ്. സോ
അതിൻ്റെ ഫ്ലവറിങ് പീരീഡ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. സാധാരണയൊക്കെ ഫുൾ നിലത്ത് ഫുൾ ഫ്ലവറായിരുന്നു. നടക്കുക കഴിഞ്ഞു, പൊഴിഞ്ഞ് വീണു. ഇപ്പോൾ വീണ്ടും പുതിയ മുട്ടുകൾ വരണം. അപ്പോൾ ഇന്ന് ഡെലിവറിയാണ് ആൽബമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ കമ്പനിയുടെ പേര് നിങ്ങൾക്കൊക്കെ അറിയാമോ? പോൾസി വാൽസി ഫിലിംസ് എന്നാണ് നമ്മുടെ ഫോട്ടോഗ്രാഫി കമ്പനിയുടെ പേര് വന്നിട്ട്. അപ്പോൾ ഇന്ന് ഡെലിവറിയുള്ള ആൽബമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൽബം മാത്രമല്ല, ലാമിനേഷൻസ്, കാലണ്ടർ, ബാഗൊക്കെ സെറ്റാണ്. ഇനി ജസ്റ്റ് അത് കൊണ്ട് കൊടുത്താൽ മാത്രം മതി. അപ്പം ഞാനതെല്ലാം എടുത്ത് കാറിൽ വെക്കുകയാണ്. കാറിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചൊരു ഡിലേ വന്ന്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ആ ഒരു വെട്ടം മനസ്സിലാവുന്നുണ്ട്. അതിന് അർജൻറ്റായിട്ടൊരു കോൾ വന്നു. അപ്പോൾ അത് കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിട്ട് അത് വെച്ച് വന്നപ്പോഴത്തേക്ക് കുറച്ച് താമസിച്ചു. അപ്പോൾ കാറിലൊക്കെ കൊണ്ട് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വെട്ടം നോക്കുമ്പോൾ മനസ്സിലാവുമായിരിക്കും. പോകുന്ന വഴിക്ക് 1-2 ഇടങ്ങളിൽ കയറണം എന്നൊക്കെ വിചാരിച്ചു. 1-2 ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ നമ്മുടെ ടൈമിംഗ് എല്ലാം മാറി പറഞ്ഞുകൊണ്ടൊന്നും നടന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ ആൽബം ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ 2 ആൽബം ഡെലിവറി ഉണ്ടായിരുന്നു. അത് രണ്ടും ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഡെലിവറി ചെയ്യാൻ പോകുമ്പോൾ ക്ലയൻറ്റിന് അവിടെ നിന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അതൊന്നും ശരിയല്ലല്ലോ, അവർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ടല്ലോ, അങ്ങനെ എടുക്കത്തുമില്ല കേട്ടോ. പിന്നെ അന്നേരം നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പകുതി പരിപാടി കഴിഞ്ഞു. ഇനി വലിയൊരു പരിപാടി എനിക്കുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് എന്ത് ഡിന്നറിന് ഉണ്ടാക്കും എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. ഇപ്പം ഞാൻ കാറിലിരുന്നപ്പോഴാണ് ഈ ചെന്നിട്ട് എന്താ കഴിക്കുന്നത് ഞാൻ ആലോചിച്ചപ്പോൾ ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്നത്. ഞാൻ അതിന് രാത്രി ചോറ് കഴിക്കത്തില്ല. അല്ല, അപൂർവമായിട്ട് വല്ല നല്ല കറിക്കുള്ള ദിവസം കഴിക്കും കേട്ടോ. ഞാൻ നോർമലി കഴിക്കാറില്ല. എന്തെങ്കിലും സ്പെഷ്യൽ വെച്ചാൽ ലൈറ്റായിട്ട് എന്തെങ്കിലും ഇത് കുക്ക് ചെയ്ത് അങ്ങനെ നോർമലി ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എനിക്കൊരു പ്ലാൻ ഇല്ലായിരുന്നു കൊണ്ട് തന്നെ എന്തുണ്ടാക്കും എന്നുള്ളൊരു ഡൗട്ടാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, അതിന് വീടെത്തുന്നതിനുള്ളിൽ സോർട്ട് ചെയ്തെടുക്കണം, എന്തെങ്കിലും എളുപ്പത്തിലാക്കണം. അപ്പോൾ അതൊക്കെയാണ്. അപ്പം എൻ്റെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഞാൻ മാക്സിമം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും കൂടെ കാണിച്ച് നമുക്കത് എൻഡ് ചെയ്യാം. അപ്പോൾ ഇനി വീട്ടിലോട്ട് ചെല്ലട്ടെ. അങ്ങനെ ഫൈനലി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് സെറ്റ് ചെയ്യുകയാണ്. എനിക്കാണെങ്കിൽ കൊച്ചിലെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമായിരുന്നു ചപ്പാത്തി. വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചപ്പാത്തി കഴിക്കാൻ. അപ്പം മെയിനായിട്ട് എൻ്റെ ഇളയമ്മ നന്നായിട്ട് ചപ്പാത്തി ഉണ്ടാക്കും. അമ്മയുടെ സിസ്റ്റർ ഭയങ്കര സോഫ്റ്റാണ്. അപ്പം അതുകൊണ്ട് കുഞ്ഞിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി കഴിച്ചായിരിക്കും എനിക്ക് വലിയ താല്പര്യം ഇപ്പോൾ ചപ്പാത്തിക്കില്ല. ഇന്ന് പക്ഷേ നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുക്കറിൽ ഉണ്ടാക്കുന്ന പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കറി, എല്ലാ മസാലസും ഉള്ളിയൊക്കെ അതിൽ തന്നെ ഇട്ട് 2 വിസിലടിക്കുമ്പോഴത്തേക്ക് കറി റെഡി. സിമ്പിൾ കറിയാണ്. അപ്പം കറി ആക്കുന്ന ഒരു സൈഡിൽ. അപ്പം മമ്മി മാമ്പഴം കിട്ടി, അടുത്തുള്ള വീട്ടിൽ ഒരു ആൻറ്റി കൊടുത്തി. അപ്പം മമ്മി 2 മാമ്പഴം ഞങ്ങൾക്ക് എടുത്ത് വെച്ചിരുന്നു. അപ്പം നമ്മളതും കഴിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. നന്നായിട്ട് വിയർക്കുന്നുണ്ട് ഇടയ്ക്കൂടെ അടുക്കളയിൽ. അപ്പം ഞാൻ ആ വിയർത്ത സീൻ നിങ്ങളെ ഒന്ന് കാണിച്ചതാണ്. മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിനടുത്തൊക്കെയുള്ള മാങ്ങയാകുമ്പോൾ ഭയങ്കര രുചിയായിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ എത്ര വാങ്ങിച്ചാലും ആ ഒരു ടേസ്റ്റ് വരത്തേ ഇല്ല. അപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ കറി നമ്മുടെ കുക്കറിലാവുന്നു, മറ്റേ സൈഡിൽ ഞാൻ ചപ്പാത്തി ചൂടുന്നു. മൾട്ടി ടാസ്കിങ് ആണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ കറി റെഡിയായി. ജസ്റ്റ് 2 വിസിലടിക്കുമ്പോൾ തന്നെ കറി റെഡി. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, എഗ്ഗ് വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡിന്നർ സെറ്റായിട്ടുണ്ട്. അപ്പം കറിയുടെ കൺസിസ്റ്റൻസി കണ്ടോ, വരട്ടി ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുക്കറിലാക്കിയാൽ മാത്രം മതി. അപ്പം നമ്മുടെ മുട്ടക്കറിയും ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഇവിടെ ബിഗ് ബോസ് ടൈമാണ്. ഇപ്പോൾ മമ്മിയുടെ അടുത്ത് പോയിരുന്ന ബിഗ് ബോസ് കാണും. അത് മമ്മിയുടെ സെക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പപ്പ വന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ട്. നിങ്ങളൊക്കെ കാണാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. അപ്പോൾ ഞാൻ ഫുഡെല്ലാം കഴിച്ചുകൊണ്ട് നേരെ ഓടിപ്പോയി കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് വന്നപ്പോൾ തന്നെ എനിക്കൊരു ജീവൻ കിട്ടിയ ഫീലായിരുന്നു. കാരണം അത്രയും ഞാൻ വിയർത്തൊരു പരുവമായി കാണും. കാരണം ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ ഏതെങ്കിലും ക്ലിപ്പിൽ നിങ്ങൾ കണ്ടു കാണും. ഞാൻ അത്രയ്ക്ക് നനഞ്ഞായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു രാത്രി ആയപ്പോഴത്തേക്ക്. പകൽ പക്ഷേ വലിയ വെയിലോ കാര്യങ്ങളില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അടിപൊളി ദിവസം തന്നെ എൻ്റെ ആവാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്തെങ്കിലും കൂടുതലായ യാത്രകളോ മറ്റോ വന്നാലും വ്യത്യസ്തമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. സോ അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം. എൻ്റെ ഈ ഒരു ഡേ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള കിടിലം പുതിയ വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.